അടുത്ത 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ തീർക്കാനുള്ള തിരിച്ചടിക്ക് സൈന്യത്തെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഇറക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഇവിടെ പല അടിയന്തര യോഗങ്ങളും മോദി വിളിച്ചു ചേർക്കുമ്പോഴും രാജ്യത്തിന്റെ ഭരണാധിപന്മാരോടൊപ്പം തന്നെ നിലയുറപ്പിക്കുന്ന പ്രതിപക്ഷത്തെ മാത്രം മോദി കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാര്യം കേന്ദ്ര സുരക്ഷാ വീഴ്ച പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. സർവകക്ഷി യോഗത്തിലും മോദി പ്രതിപക്ഷ നേതാവിന്റെ രാഹുലിന്റെ മുന്നിൽ എത്തിയതുമില്ല. അമിത്ഷായാണെങ്കിൽ തല കുനിച്ച് നിൽക്കുകയാണ് പല ചോദ്യങ്ങൾക്ക് മുന്നിലും. ഇവിടെയാണ് പാർലമെന്റ് മൊത്തത്തിൽ ഈ സാഹചര്യത്തെ വിളിച്ചു കൂട്ടാൻ രാഹുൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് മോദിക്ക് മുന്നിലെത്തുന്നത്. അതേസമയം വലിയൊരു പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ദിവസം രാജ്യത്ത് നടക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണത്. അതായത് മെയ് 14 പുതിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചുമതലയെടുക്കുകയാണ്. ഇത് തീർത്തും പല രൂപത്തിൽ കേന്ദ്രത്തിന് തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം BJP സുപ്രീം കോടതിയെ കടന്നാക്രമിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ കനത്തിൽ തിരിച്ചടിച്ച് കളം നിറഞ്ഞ ജസ്റ്റിസാണ് ഇനി ചീഫ് ജസ്റ്റിസിന്റെ കസേരയിലേക്ക് കയറുന്നത്. BJP പണം വാരിക്കൂട്ടാനാക്കി ഉണ്ടാക്കിയെടുത്ത ഇലക്ട്രൽ ബോണ്ട് അടക്കം ബാൻ ചെയ്തുകൊണ്ട് അത് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് ബി ആർ ഗവായി എന്ന ഇനി ചുമതലയേൽക്കാൻ പോകുന്ന പുതിയ ചീഫ് ജസ്റ്റിസ്. അതുമാത്രവുമല്ല, ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന BJPക്ക് മുന്നിൽ ബി ആർ അംബേദ്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബുദ്ധമതം സ്വീകരിച്ച കുടുംബം കൂടിയാണ് ജസ്റ്റിസ് ഗവായിയുടേത്. ഇവിടം കൊണ്ടും അദ്ദേഹത്തിന്റെ BJP വിരുദ്ധത തീരുന്നില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവി കൂടിയാണ്. ഒരിക്കൽ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് വന്നപ്പോൾ തന്റെ പിതാവും സഹോദരനും കോൺഗ്രസുകാർ ആണ്. അതുകൊണ്ട് രാഹുലിനെതിരായ കേസിൽ നിന്നും ഞാൻ പിന്മാറുന്നു എന്ന് സ്വയം പറഞ്ഞൊരു ജസ്റ്റിസ് കൂടിയായിരുന്നു ഗവായ്. ഇവിടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2007 രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് സ്ഥാനം വഹിക്കുന്ന രണ്ടാമത്തെ ദളിത് വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ്. സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കെട്ടിക്കിടക്കുന്ന കേസുകൾ ചില്ലറയൊന്നുമല്ല. വഖഫിലാണിപ്പോൾ വലിയ കോലാഹലങ്ങൾ നടക്കുന്നത്. ഇവിടെ BJPയെ കടന്നാക്രമിക്കുന്ന സുപ്രീം കോടതിയുടെ മുൻനിരയിൽ തന്നെ ഈ പുതിയ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. ഈ വരുന്ന നവംബറിൽ വിരമിക്കാനിരിക്കുമ്പോൾ ആകെ 6 മാസക്കാലം മാത്രമേ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് ഇരിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും അത് BJPയുടെയും അവർ ഭരിക്കുന്ന കേന്ദ്രത്തിന്റെയും ഉറക്കം കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.